ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് മേഖലയിൽപ്പെടുന്ന രാജ്യത്തെ മികച്ച 2 ഫിൻടെക് കമ്പനികളായ പേടിഎമ്മും ഈ അടുത്തായി എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്ത മൊബിക്വിക്കും തമ്മിലുള്ള താരതമ്യ പഠനമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും പണത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സമൂഹമായിരുന്നു ഇന്ത്യയിലേത്. എന്നിരുന്നാലും സമീപകാലത്ത് ഡിജിറ്റൽ പേയ്മെന്റുകൾ മുൻനിരയിൽ എത്തിയിട്ടുണ്ട്. വലിയ ഓർഗനൈസേഷനുകൾ മുതൽ ചെറുകിട കച്ചവടക്കാർ വരെ എല്ലാവർക്കും QR കോഡ് ഉണ്ട്. അതിലൂടെ ഉപഭോക്താക്കൾ എളുപ്പത്തിൽ പണരഹിത പേയ്മെന്റുകൾ നടത്തുന്നു. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് ലാൻഡ്സ്കേപ്പ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ശ്രദ്ധേയമായ വളർച്ച കൈവരിച്ചു. ഇത് ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുന്നു. 2024 സാമ്പത്തിക വർഷത്തിലെ ഡിജിറ്റൽ ഇടപാടുകളുടെ അളവ് ഏകദേശം 159 ബില്യൺ ആയിരുന്നു. 2029 സാമ്പത്തിക വർഷത്തോടെ 3 മടങ്ങ് വളർച്ച പ്രതീക്ഷിക്കുന്നു. വർദ്ധിച്ചുവരുന്ന സ്മാർട്ട് ഫോൺ വ്യാപനം, ഡിജിറ്റൽ പേയ്മെന്റുകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഗവൺമെന്റിന്റെ പിന്തുണ, ഡിജിറ്റൽ പേയ്മെന്റുകളുടെ മെച്ചപ്പെട്ട സൗകര്യം എന്നിവയെല്ലാം ഇന്ത്യയിലെ ഡിജിറ്റൽ ഇടപാടുകളുടെ വളർച്ചയെ നയിക്കുന്നു. ഈ ഉയർന്ന വളർച്ചാ വ്യവസായത്തിൽ തങ്ങളുടെ മുദ്ര പതിപ്പിച്ച 2 കമ്പനികൾ പേടിഎമ്മും മൊബിക്വിക്കുമാണ്. പണമിടപാടുകളുമായി ബന്ധപ്പെട്ട ഏത് ആപ്പ് എടുത്താലും ഈ 2 കമ്പനികളും ഇതിനകം തന്നെ പേയ്മെന്റ് ഗേറ്റ്വേയിൽ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ടെന്ന് കാണാൻ കഴിയും. ഉദാഹരണത്തിന് റെയിൽവേ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്ന UTS ആപ്പിന്റെ ഒരു സ്നാപ്ഷോട്ട് ഇവിടെ കാണിക്കാം. അത് 2 ഓപ്ഷനുകൾ മാത്രം കാണിക്കുന്നു. ഒന്ന് മൊബിക്വിക്ക്, മറ്റൊന്ന് പേടിഎം. ഇതാണ് പല ആപ്പുകളിലും സ്ഥിതി. അതിനാൽ തന്നെ വർദ്ധിച്ചു വരുന്ന ഡിജിറ്റൽ പേയ്മെന്റ് ഇടപാടുകളുടെ പ്രാധാന്യം മുൻനിർത്തി മികച്ച ഫിൻടെക് കമ്പനി ഏതെന്ന് വിലയിരുത്താൻ വ്യത്യസ്ത പാരാമീറ്ററുകൾ ഉപയോഗിച്ച് ഈ 2 ഭീമന്മാരെയും താരതമ്യം ചെയ്യാം. ആദ്യം 2 കമ്പനികളുടെയും ബിസിനസ് നോക്കാം. 2009 സ്ഥാപിതമായ മൊബിക്വിക്ക് ഒരു ഡിജിറ്റൽ ബാങ്കിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇത് വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും സമഗ്രമായ സാമ്പത്തിക പരിഹാരങ്ങൾ നൽകുന്നു. കമ്പനിക്ക് പ്രധാനമായും 2 ബിസിനസ് വെർട്ടിക്കലുകൾ ആണുള്ളത്: പേയ്മെന്റ് സേവനങ്ങളും സാമ്പത്തിക സേവനങ്ങളും. അതിൻ്റെ പേയ്മെന്റ് സേവന ബിസിനസ്സിൽ ഒരു മർച്ചന്റ് പേയ്മെന്റ് ഇക്കോസിസ്റ്റം, UPI ഇക്കോസിസ്റ്റം, ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഫിനാൻഷ്യൽ സർവീസിൽ ബിസിനസ്സിൽ EMI, അഡ്വാൻസുകൾ എന്നിവയ്ക്കായി താങ്ങാനാവുന്ന ക്രെഡിറ്റുകൾ നൽകുന്നത് ഉൾപ്പെടുന്നു. മൊബിക്വിക്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ, ഡിജിറ്റൽ ഗോൾഡ്, ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ, പിയർ ടു പിയർ ലെൻഡിംഗ് തുടങ്ങിയ നിക്ഷേപ ഉൽപ്പന്നങ്ങളുമുണ്ട്. മാത്രവുമല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രയോജനപ്പെടുത്തുകയും അനുയോജ്യമായ സാമ്പത്തിക സ്ഥിതിവിവര കണക്കുകൾ നൽകുകയും അതിൻ്റെ ഉപയോക്താക്കളെ അവരുടെ സാമ്പത്തികം കൂടുതൽ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. 2000 സ്ഥാപിതമായ 197 കമ്മ്യൂണിക്കേഷൻസ് വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും സേവനം നൽകുന്ന ഇന്ത്യയിലെ മുൻനിര ഡിജിറ്റൽ ഇക്കോസിസ്റ്റമായ പേടിഎം പ്രവർത്തിപ്പിക്കുന്നു. കമ്പനിയുടെ സേവനങ്ങൾ പേയ്മെന്റ് പ്രോസസ്സിംഗിലുടനീളം വാലറ്റുകൾ, QR കോഡുകൾ, പോസ്റ്റ് പെയ്ഡ് ഓപ്ഷനുകൾ എന്നിവയിലൂടെയും പേടിഎം സൗണ്ട് ബോക്സ് പോലുള്ള മർച്ചന്റ് സൊല്യൂഷനുകളിൽ വരെ വ്യാപിച്ചു കിടക്കുന്നു. ഉപഭോക്താക്കൾക്കും വ്യാപാരികൾക്കുമായി മൊബൈൽ ബാങ്കിംഗ്, വായ്പ, ഇൻഷുറൻസ്, വെൽത്ത് മാനേജ്മെന്റ് തുടങ്ങിയ സാമ്പത്തിക സേവനങ്ങളും ഇത് വാഗ്ദാനം ചെയ്യുന്നു. കൂടാതെ ട്രാവൽ ആൻഡ് എന്റർടൈൻമെന്റ് ടിക്കറ്റിംഗ്, പേടിഎം മോൾ, ഇ-കൊമേഴ്സ് തുടങ്ങിയ വാണിജ്യ ക്ലൗഡ് സേവനങ്ങളും ഇത് വാഗ്ദാനം ചെയ്യുന്നു. AI ഉപയോഗിച്ച് കൂടുതൽ തടസ്സങ്ങളില്ലാത്തതും കാര്യക്ഷമവുമായ ബുക്കിംഗ് അനുഭവം നൽകുന്നതിന് പേടിഎം അടുത്തിടെ ആഗോള ട്രാവൽ ടെക്നോളജി കമ്പനിയായ അമേഡിയസുമായി സഹകരിച്ചിരുന്നു. 2024 ഡിസംബർ 20 വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 2 കമ്പനികളും താരതമ്യം ചെയ്യുമ്പോൾ പേടിഎമ്മിന് ഉയർന്ന വിപണി മൂല്യമുണ്ട്. പേടിഎമ്മിന്റെ നിലവിലെ വിപണി മൂല്യം 602.48 ബില്യൺ രൂപയും മൊബിക്വിക്കിന്റെ വിപണി മൂല്യം 37.907 ബില്യൺ രൂപയുമാണ്. കമ്പനികളുടെ നിലവിലെ വാർഷിക റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ മൊബിക്വിക്കിനെ അപേക്ഷിച്ച് മന്ത്ലി ആക്റ്റീവ് യൂസർ ബേസ്, മർച്ചന്റ് ബേസ്, മൊത്ത വ്യാപാര മൂല്യം അഥവാ മെർച്ചൻഡൈസ് വാല്യൂ എന്നിവയിൽ പേടിഎം ബഹുദൂരം മുന്നിലാണ്.
2024 സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ മൊബിക്വിക്കിന്റെ പ്രതിമാസ സജീവ ഉപയോക്താക്കളും വ്യാപാരികളും യഥാക്രമം 16 ദശലക്ഷവും 4.3 ദശലക്ഷവുമായിരുന്നു. അതേസമയം പേടിഎമ്മിന് ഇത് യഥാക്രമം 91 ദശലക്ഷവും 40 ദശലക്ഷവുമാണ്. പേടിഎമ്മിന്റെ മൊത്ത വ്യാപാര മൂല്യമായ 18.3 ട്രില്യൺ രൂപ മൊബിക്വിക്കിന്റെ മൊത്ത വ്യാപാര മൂല്യമായ 4.7 ട്രില്യൺ രൂപയേക്കാൾ 4 മടങ്ങ് കൂടുതലാണ്. മൊബിക്വിക്ക് അതിന്റെ വരുമാനത്തിന്റെ ഭൂരിഭാഗവും, അതായത് ഏകദേശം 64% ഫിനാൻഷ്യൽ സർവീസസ് വിഭാഗത്തിൽ നിന്നും ബാക്കി 36% പേയ്മെന്റ് സർവീസസ് വിഭാഗത്തിൽ നിന്നും നേടുന്നു. മറുവശത്ത് പേടിഎം അതിന്റെ വരുമാനത്തിന്റെ 80%വും പേയ്മെന്റ് ഫിനാൻഷ്യൽ സർവീസസ് വിഭാഗത്തിൽ നിന്നും ബാക്കി 20%ഓളം കൊമേഴ്സ് ക്ലൗഡ് സേവന വിഭാഗത്തിൽ നിന്നും നേടുന്നു. വരുമാനത്തിന്റെ കാര്യത്തിൽ രണ്ട് കമ്പനികളെയും താരതമ്യം ചെയ്താൽ മൊബിക്വിക്കിന്റെ വരുമാനത്തേക്കാൾ ഏകദേശം 12 മടങ്ങ് കൂടുതലായതിനാൽ പേടിഎം ബഹുദൂരം മുന്നിൽ നിൽക്കുന്നു. വരുമാന വളർച്ചയുടെ കാര്യത്തിലും പേടിഎം മുന്നിലാണ്. കഴിഞ്ഞ 5 വർഷങ്ങളിൽ പേടിഎമ്മിന്റെ വരുമാനം മൊബിക്വിക്കിന്റെ 19.7% എന്നതിൽ നിന്ന് 24.9% സംയുക്ത വാർഷിക വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തി. ഉപയോക്തൃ അടിത്തറ, വ്യാപാരി അടിത്തറ, പേയ്മെന്റ് സേവന ബിസിനസ് എന്നിവയിലെ ശക്തമായ വളർച്ചയുടെ പശ്ചാത്തലത്തിലായിരുന്നു ഇത്. മൊബിക്വിക്കിന് അതിന്റെ ഡിജിറ്റൽ ക്രെഡിറ്റ്, നിക്ഷേപങ്ങൾ, ഇൻഷുറൻസ് വെർട്ടിക്കലുകൾ എന്നിവയിലേക്ക് പുതിയ ഉൽപ്പന്നങ്ങൾ ചേർക്കുന്നത് വരുമാന വളർച്ചയെ സഹായിച്ചു. ഇനി ഈ കമ്പനികളുടെ ലാഭക്ഷമത പരിശോധിക്കാം. ലാഭത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പനികളെ താരതമ്യം ചെയ്താൽ മൊബിക്വിക്ക് ആണ് മുന്നിൽ. 2024 സാമ്പത്തിക വർഷത്തിൽ മൊബിക്വിക്ക് 15 വർഷത്തിനിടെ ആദ്യമായി പോസിറ്റീവ് എബിറ്റയും അറ്റ ആദായവും റിപ്പോർട്ട് ചെയ്തു. അതേസമയം പേടിഎം ഇപ്പോഴും നഷ്ടത്തിലാണ്. എന്നിരുന്നാലും പേടിഎമ്മിന്റെ നഷ്ടം കുറഞ്ഞു വരുന്നതായി കാണാം. ഇതിന്റെ പ്രധാന കാരണം അതിന്റെ വരുമാനത്തിലെ ശക്തമായ വളർച്ചയും ജീവനക്കാരുടെയും പരോക്ഷവുമായ ചെലവുകളിലെ കുറവുമാണ്. മൊബിക്വിക്കിന് വർദ്ധിച്ചു വരുന്ന ഉപയോക്തൃ അടിത്തറ, വൈവിധ്യമാർന്ന ഉൽപ്പന്ന ഓഫറുകൾ, പ്രത്യേകിച്ച് സാമ്പത്തിക ഉൽപ്പന്നങ്ങളുടെ വിതരണം, വിവേകപൂർണമായ ചെലവ് മാനേജ്മെന്റ് രീതികൾ എന്നിവ അതിന്റെ നഷ്ടം ഇല്ലാതാക്കാനും ലാഭകരമായ കമ്പനിയായി മാറാനും സഹായിച്ചു. ഒരു കമ്പനിയുടെ നിശ്ചിത സാമ്പത്തിക ബാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കാൻ അതിന്റെ കടത്തിന്റെ അളവ് വിലയിരുത്തേണ്ടത് പ്രധാനമാണ്. കാരണം അത് ആത്യന്തികമായി ലാഭത്തെ ബാധിക്കുന്നു. പേടിഎം ഒരു കടരഹിത കമ്പനിയാണ്. 2024 സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ ഇതിന് 38.4 ബില്യൺ രൂപ ക്യാഷ് റിസർവ് ഉണ്ട്. നിലവിൽ ഉപഭോക്തൃ വ്യാപാരി പേയ്മെന്റുകളിൽ ഓഫറുകൾ വിപുലീകരിക്കുക എന്നതിലാണ് ഈ ഫിൻടെക് കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ബാങ്കുകളെയും വലിയ NBFCകളെയും അതിന്റെ വ്യാപാരി അടിത്തറയിലേക്ക് ചേർക്കുന്നത് തുടരുന്നതിലൂടെ വായ്പാ വിതരണ ബിസിനസ് വിപുലീകരിക്കുന്നു. 2027ഓടെ ലാഭക്ഷമത കൈവരിക്കുന്നതിനായി തങ്ങളുടെ പ്രധാന പേയ്മെന്റ് ബിസിനസ് മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പേടിഎം പദ്ധതിയിടുന്നു. കൂടാതെ ചെറുകിട വ്യാപാരികളെയും മൈക്രോ ബിസിനസ്സുകളെയും സഹായിക്കുന്നതിനും ചെലവ് ചുരുക്കലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും AI അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രയോജനപ്പെടുത്താനും പേടിഎം പദ്ധതിയിടുന്നു. മറുവശത്ത് മൊബിക്വിക്കിന് 2024 സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ 1:4 എന്ന ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആണുള്ളത്. കമ്പനി അടുത്തിടെ ബ്ലാക്ക് സോയിൽ ക്യാപിറ്റലിൽ നിന്ന് 500 മില്യൺ രൂപ കടം സമാഹരിച്ചു. കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്ക് ഇത് 2ാം തവണയാണ് ബ്ലാക്ക് സോയിൽ ക്യാപിറ്റലിൽ നിന്ന് മൊബിക്വിക്ക് കടമെടുക്കുന്നത്. സമീപകാല IPO ഉപയോഗിച്ച് മൊബിക്വിക്ക് അതിന്റെ പേയ്മെന്റ് സേവന ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിനും POS മെഷീനുകളിലും സൗണ്ട് ബോക്സുകളിലും നിക്ഷേപം നടത്തുന്നതിനും അതിന്റെ മർച്ചന്റ് ലോണുകൾ മെച്ചപ്പെടുത്തുന്നതിനും അതിന്റെ വരുമാനം ഉപയോഗിക്കാൻ പദ്ധതിയിടുന്നു. വിദഗ്ധരായ ആളുകളെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് AI, മെഷീൻ ലേണിംഗ് എന്നിവയിലൂടെ പുതിയ ഉൽപ്പന്ന വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മൊബിക്വിക്ക് പദ്ധതിയിടുന്നു.
ഒരു കമ്പനിയുടെ സാമ്പത്തിക കാര്യക്ഷമത വിലയിരുത്തുന്നതിന് സഹായിക്കുന്ന 2 അനുപാതങ്ങൾ മൂലധനം ഉപയോഗിച്ചുള്ള വരുമാനം അഥവാ ROCE, ഇക്വിറ്റിയിലെ വരുമാനം അഥവാ ROE എന്നിവയാണ്. പേടിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായ നഷ്ടം കാരണം ROCE, ROE എന്നിവ നെഗറ്റീവാണ്. മൊബിക്വിക്കിന് 2024 മാർച്ച് അവസാനം ROCE, ROE എന്നിവ യഥാക്രമം 9%, 9.2% എന്നിങ്ങനെയാണ്. മൊബിക്വിക്കും പേടിഎമ്മും അവരുടെ ഓഹരി ഉടമകൾക്ക് ഇതുവരെ ലാഭവിഹിതം ഒന്നും നൽകിയിട്ടില്ല. ലാഭക്ഷമത മെച്ചപ്പെടുമ്പോൾ ഓഹരി ഉടമകൾക്ക് ഭാവിയിൽ ലാഭവിഹിതം പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും സമീപഭാവിയിൽ കമ്പനികൾ ലാഭവിഹിതം നൽകുമെന്നതിൻ്റെ സൂചനകളൊന്നുമില്ല. ഒരു കമ്പനിയുടെ മൂല്യനിർണ്ണയം പ്രൈസ് ടു ഏർണിങ്സ് അഥവാ PE, പ്രൈസ് ടു ബുക്ക് വാല്യൂ അഥവാ PB അനുപാതം എന്നിവയിലൂടെ കണ്ടെത്താനാകും. ഒരു കമ്പനിയുടെ ന്യായമായ മൂല്യം അല്ലെങ്കിൽ ആന്തരിക മൂല്യം കണക്കാക്കാൻ ഈ അനുപാതങ്ങൾ നിക്ഷേപകരെ സഹായിക്കുന്നു. സമാന്തര സെക്ടറിൽ പെടുന്ന ഓഹരികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു കമ്പനിയുടെ ഷെയറുകൾ അമിതമായി മൂല്യമുള്ളതാണോ അതോ കുറവാണോ എന്ന് വിശകലനം ചെയ്യാനും ഈ റേഷ്യോകൾ നിക്ഷേപകരെ സഹായിക്കുന്നു. മൊബിക്വിക്കിന്റെ PE നിലവിൽ ഏകദേശം 270 മടങ്ങാണ്. പേടിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം കമ്പനി നഷ്ടത്തിലായതിനാൽ PE അളക്കാൻ കഴിയില്ല. എന്നിരുന്നാലും പേടിഎമ്മിന്റെ PB 4.4 മടങ്ങാണ്. ഇത് കമ്പനിയുടെ 3 വർഷത്തെ ശരാശരിയേക്കാൾ കുറവാണ്. ഈ അടുത്തായി ലിസ്റ്റ് ചെയ്ത മൊബിക്വിക്കിന്റെ IPOയ്ക്ക് ധാരാളം നിക്ഷേപകരുടെ താൽപ്പര്യം പ്രകടമായിരുന്നു. അതിനാൽ തന്നെ അതിൻ്റെ ഇഷ്യൂ 120 മടങ്ങ് ഓവർ സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടു. കമ്പനിയുടെ മെച്ചപ്പെട്ട ലാഭക്ഷമത, ശക്തമായ നിക്ഷേപക താൽപ്പര്യം, ലിസ്റ്റിംഗ് നേട്ടങ്ങൾ എന്നിവ കണക്കിലെടുത്ത് ഓഹരികൾ പ്രീമിയത്തിൽ ട്രേഡ് ചെയ്യപ്പെടുന്നു. അതിനാൽ തന്നെ സ്റ്റോക്കിന്റെ PE 270 ആണ്. പേടിഎമ്മിന്റെ ഓഹരികൾ ഗണ്യമായി ഇടിഞ്ഞു. കമ്പനി RBIയുടെ പിഴയെ അഭിമുഖീകരിച്ചതിനാൽ എക്കാലത്തെയും താഴ്ന്ന നിലയിലെത്തി. നിരവധി വായ്പാ പങ്കാളികൾ വായ്പാ ഗ്യാരണ്ടി നൽകിയതിനെ തുടർന്ന് വായ്പ നൽകുന്ന ബിസിനസ് തകർന്നു. അടുത്തിടെയാണ് കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ തുടങ്ങിയത്. ഇത് ഗവൺമെന്റ് കംപ്ലയൻസുകൾക്ക് മുൻതൂക്കം നൽകുന്നു. ഇനി ഈ 2 കമ്പനികളും വിലയിരുത്തുന്നതിൽ നിക്ഷേപകർ തീരുമാനമെടുക്കുന്നതിന് മുൻപ് ഓർക്കേണ്ട കാര്യങ്ങൾ കൂടി നോക്കാം. സമ്പൂർണ്ണ വരുമാനം, വരുമാന വളർച്ച, ഡെറ്റ് മാനേജ്മെന്റ്, ശരാശരി പ്രതിമാസ ഇടപാട് നടത്തുന്ന ഉപയോക്താക്കൾ, വ്യാപാരി അടിത്തറ എന്നിവയിൽ പേടിഎം മുന്നിലാണ്. എന്നിരുന്നാലും ലാഭക്ഷമതയുടെയും ലിസ്റ്റിംഗ് നേട്ടങ്ങളുടെയും കാര്യത്തിൽ മൊബിക്വിക്ക് പേടിഎമ്മിനേക്കാൾ മുന്നിലാണ്. മൊബിക്വിക്കിന്റെ പ്രാഥമിക ശ്രദ്ധ അതിന്റെ പേയ്മെന്റ് ബിസിനസ് വിപുലീകരിക്കുക എന്നതാണ്. ഇതിനായി POS മെഷീനുകളിലും സൗണ്ട് ബോക്സുകളിലും നിക്ഷേപം നടത്തുന്നുണ്ട്. എതിരാളികളെക്കാൾ മുന്നിൽ നിൽക്കാൻ അതിന്റെ എല്ലാ ബിസിനസ് സെഗ്മെന്റുകളിലും പുതിയ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കാൻ മൊബിക്വിക്ക് പദ്ധതിയിടുന്നു. മറുവശത്ത് പേടിഎം വലിയ വരിക്കാരുടെ അടിത്തറയുള്ള ഒരു മുൻനിര ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പാണ്. ഉപഭോക്തൃ വിഭാഗത്തിലും വ്യാപാരി വിഭാഗത്തിലും ഓഫറുകൾ വിപുലീകരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് കമ്പനി പദ്ധതിയിടുന്നത്. വലിയ NBFCകളെയും ബാങ്കുകളെയും വ്യാപാരി അടിത്തറയിലേക്ക് ചേർത്ത് വായ്പാ വിതരണ ബിസിനസ് വിപുലീകരിക്കാനും പേടിഎം പദ്ധതിയിടുന്നു. അതിൻ്റെ ലാഭക്ഷമത മെച്ചപ്പെടുത്തുന്നതിന് അതിൻ്റെ പ്രധാന പേയ്മെന്റ് ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ചെലവ് കുറയ്ക്കാനും ഉൽപ്പന്ന ഓഫറുകൾ മെച്ചപ്പെടുത്താനും AI പ്രയോജനപ്പെടുത്താനും ഇത് പദ്ധതിയിടുന്നു. എന്നിരുന്നാലും പേടിഎം ലിസ്റ്റ് ചെയ്തതു മുതൽ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിൻ്റെ ന്യായമായ പങ്ക് കമ്പനിക്ക് ഉണ്ടെന്നത് നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. 2021 നവംബറിലെ IPO സമയത്ത് വസ്തുതകൾ തെറ്റായി പ്രതിനിധീകരിച്ചുവെന്നാരോപിച്ച് സെബിയുടെ കാരണം കാണിക്കൽ നോട്ടീസ് ഈയിടെ കമ്പനി നേരിട്ടിരുന്നു. മാത്രവുമല്ല പേടിഎം പേയ്മെന്റ്സ് ബാങ്ക് 2024 ഫെബ്രുവരിയിൽ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനെ തുടർന്ന് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു. കൂടാതെ പുതിയ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിൽ നിന്നും ടോപ്പപ്പുകളിൽ നിന്നും പുതിയ ഉപഭോക്താക്കളെ ഉൾപ്പെടുത്തുന്നതിൽ നിന്നും RBI വിലക്കിയിട്ടുണ്ട്. ഇവയെല്ലാം നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ഏതെങ്കിലും കമ്പനിയെ ചേർക്കുന്നതിന് മുൻപ് നിങ്ങൾ പരിഗണിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ.
എന്നിരുന്നാലും ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇക്കോസിസ്റ്റത്തിന് നല്ല ഭാവിയുള്ളതിനാൽ രണ്ട് കമ്പനികൾക്കും അതിൽ നിന്ന് പ്രയോജനം നേടാനാകും. നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ചേർക്കുന്നതിന് മുൻപ് ഓരോ കമ്പനിയുടെയും അടിസ്ഥാന കാര്യങ്ങൾ സമഗ്രമായി പരിശോധിക്കേണ്ടതും കോർപ്പറേറ്റ് ഭരണം തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിക്കേണ്ടതും പ്രധാനമാണ്. നിക്ഷേപിക്കും മുൻപ് ഈ കാര്യങ്ങളെല്ലാം വിശദമായി വിലയിരുത്തി മാത്രം തീരുമാനമെടുക്കുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.